ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എമ്പുരാൻ പ്രശ്നങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുന്നത്. രാവിലെ മുതൽ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇല്ലാത്തതിനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറ്റ് ചില അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് ട്വിറ്ററിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു കമൻറ്റുകളിൽ ഒഫീഷ്യൽ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് സിനിമയ്ക്ക് ഉള്ള പ്രതിസന്ധി വേറെ ഒന്നുമല്ല, ഇപ്പോൾ ലൈക്ക സിനിമയുമായി അല്ലെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. അവരുടെ ഓവർസീസും അതേപോലെ കേരളത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സിനിമകളുടെ പരാജയ കാരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാനെ അത് കാര്യമായി ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യവും അതിനകത്തിലൊക്കെ പ്രതീക്ഷ കൈവിടിയാതെ തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. ഒപ്പം വമ്പൻ ഫിലിം ടീംസായ യഷ് രാജ് ഫിലിംസും അതേപോലെ ഹോംബാലയുമൊക്കെയുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നു. എമ്പുരാൻ്റെ വലിയ ഒരു ഓവർസീസ് ഡിസ്ട്രിബ്യൂഷനും ഒപ്പം കേരളത്തിന് പുറത്തുള്ള ഡിസ്ട്രിബ്യൂഷനും അങ്ങനെ തുടങ്ങുന്ന ചാറ്റുകളും കാര്യങ്ങളും നമുക്ക് പുറത്തു വന്നു. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നു മാർച്ച് 27 സിനിമ ഉണ്ടാകില്ല എന്നുള്ള ഒരു വാർത്ത. പക്ഷേ അത് ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഒരു ചാറ്റിൻ്റെ ബേസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ സന്തോഷ സൂചകമായിട്ടുള്ള തന്നെയാണ്. വേറെ ഒന്നുമല്ല, സിനിമയുടെ ബുക്കിംഗ് തുടങ്ങുന്നു എന്നുള്ളൊരു കാര്യം തൃശ്ശൂർ രാഗം ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചാനൽ ഇടയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ രാഗം മാത്രമല്ല അങ്ങനെ ഒരു കാര്യം വരുന്നത്, പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. കമ്മിങ് സൂൺ എന്നുള്ള ആ ഒരു പോസ്റ്ററാണ്. അതേപോലെ തന്നെ പച്ചലടത്ത് ബുക്കിംഗ് ഓപ്പൺ എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആ ഒരു പ്രതീക്ഷ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആ ഒരു അപ്ഡേറ്റ്, അതായത് തൃശ്ശൂർ രാഗത്തിൽ തന്നെ അങ്ങനെ ഒരു വരുന്നു. അതേപോലെ തന്നെ ട്രൈകളർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു വാർത്ത, അതേപോലെ തന്നെ കമ്മിങ് സൂൺ എന്നുള്ള കാര്യങ്ങൾ കാണുന്നു. ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ ഉള്ള ഇഷ്യൂസ് എല്ലാം തന്നെ തീർന്നു. അതേപോലെ തന്നെ മറ്റുള്ള അപ്ഡേറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു, റെക്കോർഡ് ബ്രേക്കിംഗ് ഇവൻ്റ് ലോഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ട്വിറ്റർ വാർത്ത വരുന്നു. അതുപോലെ തന്നെ മെയിൻ ഇഷ്യൂസ് എല്ലാം തന്നെ തീരുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ്. എന്തായാലും ഇതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ അവരും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അവർ കവർ ഫോട്ടോ വേറെ ഒന്നുമല്ല, എമ്പുരാൻ കമ്മിങ് സൂൺ എന്നുള്ള കാര്യങ്ങളാണ്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ക്ലിയോപാട്ര മൾട്ടിപ്ലെക്സ് അവരും കഴിഞ്ഞ 1 മണിക്കൂറിന് ഉള്ളിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് കമ്മിങ് സൂൺ എന്നുള്ളത്. വിറ്റ്നസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് ലൂസിഫർ സാഗ കമ്മിങ് സൂൺ ടു ക്ലിയോപാട്ര മൾട്ടിപ്ലെക്സ് എന്നാണ് ഇട്ടിരിക്കുന്നത്. പവർ റിട്ടേൺസ് ആൻഡ് ദ എംപയർ റൈസസ് എന്നുള്ള കാര്യത്തിലൂടെ തന്നെയാണ് കമൻറ്റുകളെല്ലാം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏറെക്കുറെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. 27 തന്നെ ആയിരിക്കും സിനിമ എന്ന് പ്രതീക്ഷിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ പോലും നമ്മൾ ചെയ്യുന്നത്. എന്താണേലും അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ് ആവട്ടെ. 27 നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ്. ഒരുപാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സിനിമ കാണാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, ഒരു പാൻ ഇന്ത്യൻ മൂവി നമ്മൾ കാണാൻ കാത്തിരിക്കുകയാണ്. 27 സിനിമ തിയേറ്ററുകളിലേക്ക് ഉണ്ടാകും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉറപ്പ് തോന്നുന്നത് തൃശ്ശൂർ രാഗത്തിൻ്റെ ആ ഒരു ബുക്കിംഗ് തുടങ്ങുന്നു എന്നുള്ള ആ സ്റ്റാറ്റസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ എമ്പുരാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. രാവിലെ തൊട്ട് റൂമറുകളും അതേപോലെ തന്നെ പലയിടത്തു നിന്നുള്ള വാർത്തകൾ മാത്രം വരുമ്പോൾ ഒന്നിനും സ്ഥിരതയൊന്നുമില്ല. എന്താണേലും ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏവരും കാത്തിരിക്കുന്ന പോലെ ട്രെയിലർ പുറത്തിറങ്ങാനുണ്ട്. സെൻസറിങ് കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. സിനിമ 27 റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി തന്നെ 15-ാം തീയതി സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ആ ട്രെയിലർ റിലീസും ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എക്സാക്ട് പിക്ചർ കിട്ടും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.